മണി മണിയേ ഓ ഇനി കാപ്പി ആയില്ലേ? ആ എടുക്ക്. പിള്ളേരെ മാമ എല്ലാരും വാ കഴിക്കാൻ. ഭക്ഷണമൊക്കെ നേരത്തെ ആയി, 8:30 ആയില്ലല്ലോ എന്ന് കരുതിയിട്ട് വിളിക്കാതിരിക്കായിരുന്നു. എന്റെ മണിക്കുട്ടി ഒരു 4 ദിവസം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പണിയാനുള്ള വർക്കുണ്ടത്. എനിക്കറിയില്ല. ആക്കെ പെട്ടെന്ന് തീർക്ക്. എന്താ അമ്മ കഴിക്കാൻ? ചപ്പാത്തി. ഞാനാണെങ്കിലേ ലീവ് എടുത്തു ഒരാഴ്ച, അതും മെഡിക്കൽ ലീവ്. എന്നിട്ടും വീട്ടിൽ നിന്ന് പണിയേണ്ട അവസ്ഥ വന്നു. ഉമ്മാർക്കൊക്കെ ഒളിച്ച് നടന്നാൽ മതിയല്ലോ. ഇതാണ് പറഞ്ഞത് മടിയും മല ചുമക്ക്. ഇതൊന്ന് ചിരിക്കാൻ തമാശ പറഞ്ഞു ഇവിടെ ആരെങ്കിലും? അതെ, മടിയുള്ളതൊന്നും അല്ല, ഞാൻ വേറെ ആൾക്കാരെ വർക്കാ ചെയ്യുന്നത് വീട്ടിൽ ഇരുന്നിട്ട് പോലും. എന്തോന്ന് മണി ഇത്? നീ ചപ്പാത്തി ഉണ്ടാക്കി ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്, അതാ തണുത്ത് മരം പോലെ ഇരിക്കുന്നു. അയ്യോ ഇതെന്താ അറിയോ, ആദ്യം ചുട്ടിട്ടേ പുറത്ത് തുറന്നു വെച്ചേക്കായിരുന്നു. ഇത് കഴി ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തി. കറി ശകലം കറി എടുത്തോണ്ട്. അതെയാ? മതി മതി മതി. റെഡി. നിനക്ക് തന്നെ വലുത്. മണി ഈ കറിക്ക് ഉപ്പില്ലല്ലോ മണി. ഉപ്പില്ല. ഇല്ലേ, ഞാൻ ഉപ്പിട്ടതാണല്ലോ. നീ ഇട്ട് ഒന്നിൽ ഒരു പാക്കറ്റ് മൊത്തം ഇടും, അല്ലെങ്കിൽ ഇടൂല. ഓ ഇതിനെന്താ കുഴപ്പം? പാകത്തിനുണ്ട്. അച്ഛൻ നാവിനല്ല പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഉപ്പുണ്ടടാ. അല്ലെങ്കിൽ എങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് മണി നിനക്ക് പാചകത്തിൽ ഒരു ശ്രദ്ധയില്ല. നീ ഡ്യൂട്ടി തീർക്കാൻ വേണ്ടി ചെയ്യല്ലേ മണി? ചെയ്യുന്ന പണിയിൽ കുറച്ച് ആത്മാർത്ഥ കാണില്ല. ഉപ്പ് കുറഞ്ഞു എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ, അത് ഇത്രയും പറയണ എന്തിന്? ഇത്ര പ്രശ്നമുള്ള അമ്മ ആവശ്യത്തിന് ഉപ്പുണ്ട്, ഒരു കുറവുമില്ല കൂടുതലും ഇല്ല. ചുമ്മാ അച്ഛൻ ഓരോന്ന് വിളിച്ച് പറയണത്. അച്ഛൻ ചുമ്മാ പറയണ? പിന്നല്ലാതെ. നീ അങ്ങനെ ചുമ്മാ അച്ഛൻ പറയില്ല. എനിക്ക് വേണ്ട എന്റെ ഉണക്ക ചപ്പാത്തി. അച്ഛാ ചുമ്മാ ഭക്ഷണത്തിന് മുമ്പ് നേടിച്ച് പോലെ അച്ഛാ. കൊച്ചേ മിണ്ടായിരുന്നോണ, ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് നിന്റെ തലയിൽ കൂടെ ഒഴിച്ചു തരും. ഇത്ര കിടന്ന് ദേഷ്യം കാണിക്കും. അതെന്താന്നറിയോ? എന്ത്? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. എന്തൊരു സ്വഭാവം ഇത്? വർക്ക് പ്രഷറാണ്, പിന്നെ മൂഡ് സ്വിംഗ്. ഒരു കാരണവും ഇല്ലാതെ കിടന്ന് ദേഷ്യം പെടുക, ചിരിക്കുക, അതിനൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ പെടും. അയ്യോ അമ്മോയ്, അവള് മൂഡ് ഔട്ടായി. പോയി പോട്ടെ. എന്ത് കഷ്ടമെന്ന് പറ. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുഖം വീർപ്പിച്ചു വെച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, മുഖം വീർപ്പിക്കാതെ ഞാൻ വീടിന് ചുറ്റും 4 റൗണ്ട് ഓടാം. ഓ അമ്മ ഒന്ന് വിട്. അച്ഛന്റെ വർക്ക് പ്രഷർ കൊണ്ട് കിടന്ന് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അച്ഛന്റെ വക്കാലത്തും കൊണ്ട് വന്നതാണോ? അല്ല, അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും സോൾവ് ആവും. മക്കളെ അമ്മ എന്തോ ചെയ്ത്? അമ്മ ഒന്നും ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞേ. ഈ മുഖം വലിച്ചു കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവോ? പറ. ഇത് ഞാൻ വിട്ടുകൊടുക്കൂല. അങ്ങനെ വിട്ടുകൊടുത്ത് എല്ലാരും കൂടെ വന്ന് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കെ തന്നെ എന്റെ തലയിൽ. വിട്ടു കൊടുക്കണ്ട. അച്ഛൻ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രശ്നം തീരുമല്ലോ. ആര് സോറി പറയുന്നു? ഞാൻ ഇവിടുത്തെ മറ്റേ വേലക്കാരിയല്ലേ? നിങ്ങൾക്ക് തോന്നുമ്പോ ഭക്ഷണം ഉണ്ടാക്കി തരാ, ഓരോ കാര്യങ്ങൾ ചെയ്യാല്ലേ മാമ? മക്കളെ, ജീവിതമാകുമ്പം തട്ടിയും മുട്ടിയൊക്കെ പോവൂ. അതൊക്കെ നമ്മൾ ക്ഷമിച്ചങ്ങ് പോണം, അത്ര തന്നെ. എന്തോ മാമ ഈ പറയണേ? ഈ സമയത്ത് എന്നെ ഉപദേശിക്കാൻ നിൽക്കല്ലേ. മാമൻ എല്ലാരും കേട്ടതല്ലേ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് ഞാൻ ക്ഷമിക്കണോ? ഞാൻ എന്തായാലും അച്ഛനെ ഇപ്പൊ ഇവിടെ വിളിച്ചോണ്ട് വരും, സോറി പറയിപ്പിക്കും. എനിക്കൊരു സംശയം. ഇന്ന് അച്ഛൻ പറഞ്ഞു വിട്ടതാണോ? എന്റെ പൊന്നമ്മ, എല്ലാ കാര്യത്തിനും എന്തിനിങ്ങനെ സംശയിക്കുന്ന? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ എങ്ങോട്ടാ വന്നത്? അമ്മയുടെ അടുത്തല്ലേ വന്നേ? പിങ്കി അച്ഛൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ ഇന്ന് ഈ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഞാൻ ഉണ്ടാക്കുള്ളൂ, കേട്ടല്ലോ? എന്തിനമ്മ വാശി കാണിക്കണം? ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഞാൻ ഉണ്ടാക്കണം. നീ ചെന്ന് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ, രുചി മണോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. ശരി, ഞാൻ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നു. മക്കളെ, ഞാൻ മാപ്പ് പറഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ കയറി പണിയുന്നു നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ പൊന്നച്ഛ, അച്ഛൻ പറഞ്ഞത് വളരെ മോശമായി പോയ അച്ഛാ, അല്ലേ ചേച്ചി? അച്ഛൻ എന്താണ് അമ്മ അടുത്ത് പറഞ്ഞത്? അടുക്കള ജോലി ചെയ്യേണ്ട കടമ അമ്മയ്ക്കാണെന്നല്ലേ? അതിലെന്തോ തെറ്റ്? എന്തോന്ന് തെറ്റ്? അതെ, ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അമ്മയുടെ ജോലി തന്നെയാണ്. ഭർത്താവ് അടുക്കളയിൽ കയറി പണി ചെയ്യാൻ പാടില്ലെന്നേ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ല, നീ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നീ അടുക്കള എന്തോ മലമറിക്കുന്ന പോലെയാണല്ലോ. മലമറിക്കല്ല, ഞാൻ അവിടെ തോട് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തർക്കുത്തരം പറഞ്ഞാട്ട അവള് അതിന് ഭയങ്കര മിടുക്കാണ്.
അല്ല ഈ മിടുക്ക് നീ ഭക്ഷണം ഉണ്ടാക്കണതിൽ കാണിക്കാത്ത എന്ത്? മോണി ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവിടെ ചെയ്യണ പണിയല്ല ഞാൻ ചെയ്യാം. എന്റെ പണി നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ഒരാഴ്ച ചെയ്യുന്ന പണി ഞാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ ചെയ്യാം, അറിയോ? രവിയേട്ടാ, എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എല്ലാ പണിയും ഒരുപോലെയല്ല, അത് നീ മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസത്തെ പണി ഇവിടെ ചെയ്തു നോക്കണം മൊത്തത്തിൽ, അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. ശരി, ഒരു കാര്യം ചെയ്യാം, രവിയുടെ ഇവിടെ കഷ്ടപ്പെട്ട് ചെയ്യണ പണി ഞാൻ ചെയ്യാം. എന്ത് പറയുന്നു? എന്തോന്ന് വെല്ലു വിളിക്കണം നീ? ഉണ്ടോ? എന്തോന്നൊക്കെ പറയണ നിങ്ങള്? കഴിഞ്ഞോ നിങ്ങളുടെ വെല്ലുവിളി കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? അല്ല, ഞാൻ ചെയ്യാം. എന്റെ പേര് പാറവിള വീട്ടിലെ രവീന്ദ്രൻ എന്നാണ്, മനസ്സിലായ? ഞാൻ ചെയ്യാം നിന്റെ പണികളൊക്കെ, നീ ഇത് ചെയ്യും. അപ്പൊ ഇനി മൂലം നീ ബാങ്കിൽ പോവോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വീട്ടില് ലീവ് എടുത്തിരുന്ന് ചെയ്യുന്ന പണി ചെയ്യാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വെല്ലുവിളിയൊക്കെ ഓക്കെ, അമ്മയ്ക്ക് ഈ ഓഫീസിൽ പണി വല്ല അറിയാവോ? അല്ല, അത് ഞാൻ പറഞ്ഞു കൊടുക്കാം, നീ ചെയ്യുമല്ലോ. ഇതാ നോക്ക്, ഇത് കണ്ട, ഇത് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് മൊത്തം ഇതുമായിട്ട് വെരിഫൈ ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ അഡ്രസ്സുകളുണ്ട്, ഈ അഡ്രസ്സുകളെല്ലാം ചെക്ക് ചെയ്യണം. കുറച്ചൊന്നും അല്ല മണി, ആ എല്ലാ അഡ്രസ്സും ചെയ്യിക്കണം. അതുപോലെ ഇതിൽ കുറെ പേപ്പേഴ്സ് ഇത് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, സീലും വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് കവറിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. പിന്നെ ഇഷ്യൂഡ് ലോണിന്റെ കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ഇതൊക്കെ ഞാൻ 4 ദിവസം കൊണ്ട് ചെയ്യും. നിനക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? നീ ചെയ്ത് കാണില്ലേ? രവിയേട്ടന്റെ കണക്കിൽ ഞാൻ 7 ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയൊക്കെ രവിയേട്ടൻ 1 ദിവസം കൊണ്ട് തീർക്കുമല്ലോ. അപ്പൊ രവിയേട്ടൻ 4 ദിവസം കൊണ്ട് തീർക്കണ പണി ഞാൻ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ് കണക്ക്? 28 ദിവസം. ശ്രമിക്കാം ഞാൻ ചെയ്ത് തീർക്കാൻ. നീ ചെയ്ത് കാണില്ലേ? കാണിക്കാം. കഴിഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ഒത്തുതീർപ്പായല്ലോ. അപ്പൊ ഇതിൽ ആരാണോ തോക്കുന്നത് അവര് സോറി പറയണം. ഞാൻ എന്തിനു സോറി പറയണം? അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു മക്കളെ? നീ എന്തിനു പറയണമെന്നാ? എടി, നീ നല്ല ഭക്ഷണം ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തില്ല, അതിന് സോറി പറയണം. ഓഹോ, അതിന് ശരി. നീ ചെയ്. 4 കറിയും കുറച്ച് ചോറും ഉണ്ടാക്കണ പോലെയാണെന്നാണ് വിചാരം. നീ ചെയ്ത് കാണില്ലേ? ചെയ്യുന്നതൊക്കെ കൊള്ളാം, തെറ്റൊന്നും വരില്ല. അവസാനം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരല്.